നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിസഭയിലേക്ക്. സത്യപ്രതിജ്ഞ വൈകിട്ട് 4-ന് രാജ്ഭവനിൽ. ഗണേഷിന് സിനിമാ വകുപ്പില്ല. KSRTCയിലെ വരുമാന ചോർച്ച ഇല്ലാതാക്കുമെന്ന നിയുക്ത മന്ത്രി. സത്യസന്ധതയും നീതിയും പുലർത്തുമെന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഗവർണർക്കെതിരെ സർക്കാർ വീണ്ടും സുപ്രീം കോടതിയിലേക്ക്. ഭേദഗതി ഹർജി സമർപ്പിച്ചു. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കണമെന്ന ആവശ്യം. പോരിനിടെ മുഖ്യമന്ത്രിയും ഗവർണറും ഇന്ന് ഒരേ വേദിയിൽ. ക്യാപ്റ്റന് വിട നൽകാനൊരുങ്ങി തമിഴകം. സംസ്കാരം വൈകിട്ട് കോയമ്പേട്ടിലെ DMDK ആസ്ഥാനത്ത്. അന്തിമോപചാരം അർപ്പിച്ച് 10,000. നാടക സംവിധായകൻ പ്രശാന്ത് നാരായണന്റെ സംസ്കാരം അല്പസമയത്തിനകം. കുർബാന ഏകീകരണ തർക്കത്തിൽ വത്തിക്കാൻ ഇടപെടൽ ഉടനുണ്ടാകും. ഏകീകൃത കുർബാന അർപ്പിച്ചതിന്റെ വിവരങ്ങൾ അതിരൂപത കൈമാറി. പല പള്ളികളിലും തർക്കം രൂക്ഷം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഭീതി പരത്തി പടയപ്പ. അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. ആനയെ പണിപെട്ട് കാടുകയറ്റി വനപാലകർ. ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. വിലക്കേർപ്പെടുത്തി മെയിൻ സംസ്ഥാനം. നടപടി ക്യാപിറ്റൽ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന വിലയിരുത്തലിൽ. സംസ്ഥാനത്ത് മത്സരിക്കുന്നതിനും വിലക്ക്. വിശദമായി നോക്കാം. KB ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകില്ല. ഇക്കാര്യം മുഖ്യമന്ത്രി ഗണേഷ് കുമാറിനെ അറിയിച്ചു. ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പാണ് ഗണേഷിന്. തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളി രണ്ടാം പിണറായി മന്ത്രിസഭയിലും എത്തും. വൈകിട്ട് 4 മണിക്കാണ് KB ഗണേഷ് കുമാറിന്റെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിക്കും. KSRTCയുടെ വരുമാന ചോർച്ച തടയുമെന്ന നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാർ. അഴിമതി വെച്ചുപൊറുപ്പിക്കില്ല. മുൻ മന്ത്രിമാരുടെ ഒരു പരിഷ്കാരവും ഒഴിവാക്കില്ല എന്നും എന്തിനേയും എതിർക്കുന്ന പ്രതിപക്ഷത്തെ ജനം വിശ്വസിക്കില്ല എന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. സന്തോഷമുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അഭിമാനകരമാവുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് തുടക്കമാണ്. മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും LDFന്റെയും പിന്തുണയുണ്ട്. അതോടൊപ്പം ജനങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ, തൊഴിലാളികളുടെ പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പൊതുഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അങ്ങനെ ഗതാഗത വകുപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല, ഒന്നുമില്ല. ഗതാഗത വകുപ്പാണ്. നമുക്ക് ആന്റണി രാജു അദ്ദേഹം വഹിച്ചിരുന്ന വകുപ്പാണ്. അന്നത്തെ അവസ്ഥയല്ല, വളരെ മോശം അവസ്ഥയാണ്. പക്ഷേ അത് നന്നാക്കിയെടുക്കാൻ ഒരു പരിധി വരെ നന്നാക്കാൻ പറ്റും. ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക. വരവ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ചെലവിൽ ഗംഭീരമായ നിയന്ത്രണം. ഒരു പൈസ KSRTCയുടെ ഒരു പൈസ ചോർന്നു പോകാതെ ഉള്ളൊരു നടപടി വരുന്നു. പിന്നെ നമുക്ക് ഈ ഗവൺമെന്റിന് വരുമാനം കിട്ടുന്ന മാർഗങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രമേ, ശരിക്കും പറഞ്ഞാൽ ബിവറേജ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ലോട്ടറി, ഇത് മാത്രമേ നമ്മുടെ ഖജനാവിലേക്ക്, നമ്മുടെ ധനകാര്യ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് പരിപൂർണമായും അവഗണിക്കുകയും നമ്മളെ കടം വാങ്ങാനുള്ള നമ്മുടെ അവകാശത്തിൽ കൈവയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് എങ്ങനെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കാം, ജനങ്ങളെ പിഴിയാതെ എന്നതിനെക്കുറിച്ച് ചില ആശയങ്ങളുണ്ട്. അത് ഖജനാവിൽ കുറച്ച് പൈസ വർദ്ധിക്കാനുള്ള ചില ആശയങ്ങൾ. നമ്മൾ KSRTC ഞാൻ മനസ്സിലാക്കിയത്തോളം KSRTCയുടെ വരുമാനത്തിന്റെ ചെലവിന്റെ നേരെ പകുതി ഡീസലിനാണ് പോകുന്നത്. ഗ്രാമീണ മേഖലകളിലും KSRTC ബസ്സൊന്നല്ല, സ്വകാര്യ ബസ്സായാലും ഓടിക്കുന്ന ഒരു പുതിയ പദ്ധതി അത് കൊണ്ടുവരും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കും. അദ്ദേഹം അംഗീകരിച്ചാൽ അത് ഇന്ത്യയിലെ തന്നെ ഒരു ചരിത്രമാക്കി. അല്ല, തൊഴിലാളികൾ പറയുന്നതിന് കാര്യമുണ്ട്. ഇതിനകത്ത് ഒരുപാട് ചോർച്ചയുണ്ട്. നമ്മളെ ചോർച്ച അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മുടെ കൂടെ നിൽക്കും. തൊഴിലാളി ശമ്പളം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ പ്രധാനമായും ഈ ചോർച്ച അടയ്ക്കുന്നതോടെ നമ്മുടെ നീക്കിയിരിപ്പിന്റെ അളവ് വർദ്ധിക്കും. കണക്കുകൂട്ടലിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രാഥമികമായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, എനിക്കറിയില്ല. ഞാൻ തുറന്ന പുസ്തകമായി കാണണം. കാരണം KSRTC ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ മുഖമാണ്. കാരണം ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രധാന വകുപ്പുകൾ KSRTC, സിവിൽ സപ്ലൈസ്, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇവയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ അടുത്ത് നിൽക്കുന്ന വകുപ്പുകളുടെ
നടപടിക്രമങ്ങൾ സുതാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള എല്ലാ ക്രമക്കേടുകളെയും കണ്ടെത്തി ചെയ്യുക, കണക്ക് വളരെ കൃത്യമാക്കുക, അതിസൂക്ഷ്മമായ നിലയിൽ കണക്ക്, നിസ്സാര പൈസകൾ പോലും സൂക്ഷിക്കുന്ന തരത്തിലുള്ള മാറാൻ കഴിഞ്ഞാൽ അതെല്ലാം ഒരു സോഫ്റ്റ്വെയറിലൂടെ മാറാൻ പറ്റും. മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യിക്കാൻ സാധ്യമാണ്. പക്ഷെ കണക്കുകളിൽ ഓരോ ദിവസവും കൃത്യമായ കണക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്കൊരു സംതൃപ്തി ഉണ്ടാവും. കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടിരുന്ന പണം ഒരു തരത്തിലും ദൂർത്തടിക്കപ്പെടുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ സഹകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു 90% ആത്മാർത്ഥതയുള്ളവരും 10% കുഴപ്പമുള്ളവരും. നമ്മൾ ഈ ഒരു ശുദ്ധജലത്തിൽ ഒരു ശകലം അഴുക്ക് വെള്ളം കോരി ഒഴിച്ചാൽ മതിയല്ലോ, എല്ലാം കൂടെ ചീത്തയാവും. അതാണ് ഇപ്പോൾ KSRTC പറ്റിയത്. ആരും തന്നെ ഇതിൽ നിന്നൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന് സ്വപ്നം കാണുക പോലും വേണ്ട. അത്ര എനിക്ക് ചെയ്യാൻ പറ്റും, വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും സ്പെയർ പാർട്സിന്റെ കാര്യത്തിലായാലും പർച്ചേസിന്റെ കാര്യത്തിലായാലും വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. MD ഒക്കെ വളരെ കൃത്യതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവര് ഒരു ബലം പകരുക എന്നുള്ളൊരു മന്ത്രിയുടെ ജോലി. ചോരാനുള്ള എല്ലാ വഴികളും നമ്മൾ പക്ഷത്തിൽ ഇനി സമരങ്ങൾ ചെയ്താൽ ഇതിന് പാടയെ നശിച്ചു പോത്തേയുള്ളൂ. സഹകരിച്ചാൽ ചിലപ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. സഹകരിക്കുന്നതിന് പകരം വാശിയോടെ സമരം ചെയ്യുകയും സർക്കാരിനെ മോശപ്പെടുത്താൻ വേണ്ടി സമരം ചെയ്യുകയും ചെയ്താൽ, അങ്ങനെ രാഷ്ട്രീയ ലാഭത്തോടുകൂടി സമരം ചെയ്താൽ അനുഭവിക്കാൻ പോകുന്നത് തൊഴിലാളികളായിരിക്കും. വകുപ്പ് ഏതായാലും സത്യസന്ധതയും നീതിയും പുലർത്തുമെന്ന നിയുക്ത മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ന്യൂസ് 18നോട്. ഇന്ത്യ മുന്നണിക്ക് കേരളത്തിലെ ഇടതുമുന്നണി മാതൃകയിൽ നയവും പരിപാടിക്കുള്ള സംവിധാനവും വേണം. പ്രധാനമന്ത്രി ആരാകുമെന്നത് അവസാന അജണ്ട മാത്രമാണ്, അതല്ല ആദ്യം ചർച്ച ചെയ്യേണ്ടത് എന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി ന്യൂസ് 18നോട് പറഞ്ഞു. കടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരിക്കൽ കൂടി മന്ത്രിസഭയിലേക്ക് വരുന്നു. ആദർശ രാഷ്ട്രീയത്തിന് ലഭിക്കുന്ന അംഗീകാരമാണ്. ഈ ആദർശ രാഷ്ട്രീയം എന്നത് എല്ലാ രാഷ്ട്രീയക്കാരുടെ പേരിനൊപ്പവും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തോടൊപ്പവും ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല. അഭിമാനം തോന്നുന്നൊരു നിമിഷം കൂടിയാണ്. ഇതൊക്കെ ജനങ്ങൾക്കും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് പലതും. അപ്പോൾ ഇതിൻ്റെ ആരംഭകാലം തൊട്ട് പിന്നെ ഒരു വലിയ പ്രവർത്തനം നടത്തുന്നതാണ്. അത് ഞങ്ങൾ ഗാന്ധിയൻ മൂല്യങ്ങളിൽ വിശ്വസിച്ച് ഗാന്ധിയിലേക്ക് മടങ്ങൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന ഒരു സന്ദേശം, മുഖസന്ദേശം പ്രകാശിതമാക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന ഓരോ പദവിന്യാസങ്ങളിലും പ്രവർത്തനങ്ങളിലും അത് പ്രതിധ്വനിപ്പിക്കണം, അത് പ്രകടമാക്കണം എന്നുള്ള ഒരു വിശ്വാസ്യതയും സത്യസന്ധതയുമാണ് ഈ കാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഉത്തരവാദി പറയാനുള്ളത്. ഈ വകുപ്പിൻ്റെ കാര്യത്തിൽ അന്തിമമായ തീരുമാനം ആയിട്ടില്ല, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് പറഞ്ഞു എന്നല്ലാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഏത് വകുപ്പാണ് എന്ന് നിശ്ചയിക്കേണ്ട പരമാധികാരി മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പിന്നെ പറയണം. ഇതിപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് അതാണ് എങ്കിൽ എന്നുള്ളതാണ്. ഇന്ന വകുപ്പ് എന്നല്ല, വകുപ്പ് ഏതായിരുന്നാലും ശരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന ആ വകുപ്പ് ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് സത്യനിഷ്ഠതയും നീതിയും വിശ്വാസ്യതയും പൂർവ്വം പുലർത്തുക, അത് പരമാവധി വിജയിപ്പിക്കാൻ വേണ്ടി ഉള്ള കഴിവ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിനാണ് പ്രാധാന്യം. ഒരു കാര്യം കൂടി, നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്, നവകേരള യാത്ര കഴിയുന്നു, കൃത്യമായി ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൂടി നമ്മുടെ നാട് പോവുകയാണ്. അങ്ങ് ദേശീയ രാഷ്ട്രീയത്തിലും പാർലമെന്റ് അംഗം കൂടി ആയതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇന്ത്യ മുന്നണി അങ്ങനെ ഒരു ബദൽ നീക്കം, അതിൻ്റെ പ്രാധാന്യം എത്രയാണ്, അതിൻ്റെ പ്രസക്തി? ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ സങ്കീർണതയും പ്രത്യേകതയും കണക്കെടുത്തുകൊണ്ട് ഒരു ദേശീയ തലത്തിൽ മുന്നണി, ആ ദേശീയ മുന്നണി വേണമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേരത്തെ സ്വീകരിച്ച നിലപാടുണ്ട്. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാതൃകയിൽ ഒരു ദേശീയ സംവിധാനം ഉണ്ടാകുന്നതാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യോഗം ചേരുമ്പോൾ തന്നെ ആരാണ് മുഖ്യമന്ത്രി, ആരാണ് മറ്റേ മന്ത്രി എന്നല്ല, നയവും പരിപാടിയാണ് അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നിന്ന നയപരിപാടികൾ, ഇന്നിന്ന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കും. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു മാതൃകാ മുന്നണിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാട് ദേശീയാടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാതൃകയിൽ ആ രീതിയിൽ ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇപ്പോൾ നമ്മൾ മാറ്റം സാധിക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഇന്ത്യ മുന്നണി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യ സംവിധാനങ്ങളും മതേതരത്വവും സ്വാതന്ത്ര്യമൊക്കെ തന്നെ നിഷ്കാസിതമാകുന്ന ഒരു ഭരണ ഭീകരത ഇവിടെ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ക്രിയാത്മകമായ മാർഗം, ആ ക്രിയാത്മകമായ മാർഗങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് ഞാൻ പറഞ്ഞ പോലെ ഈ കേരളത്തിൻ്റെ ഈ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മാതൃകയിൽ അതിനുള്ള ഒരു കർമ്മപദ്ധതിയും
നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ആദ്യം തന്നെ അജണ്ട എന്താണ് ജനങ്ങൾ ചെയ്യേണ്ടതെന്നല്ല, ആരാണ് പ്രധാനമന്ത്രി. അതോടുകൂടിയിട്ടാണ് പണ്ട് ഞാൻ പാർലമെൻറ്റ് മെമ്പറായപ്പോൾ അന്ന് ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ കാണുകയും കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്തത്. ഒരു സിനിമാ കഥ പോലെ തന്നെ സസ്പെൻസും ത്രില്ലറും നിറഞ്ഞതാണ് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതവും. മുമ്പ് UDF മന്ത്രിസഭയിൽ അംഗമായിരുന്ന അനുഭവ സമ്പത്തുമായാണ് ഗണേഷ് ഇപ്പോൾ LDFന്റെ മന്ത്രിയാകുന്നത്. വിവാദങ്ങൾക്കും കുറവില്ല. അഭ്രപാളിയിൽ നായകനും പ്രതിനായകനുമായിരുന്നു ഗണേഷ് കുമാർ. രാഷ്ട്രീയത്തിൽ ഒന്നൊന്നൊഴിയാതെ വിവാദങ്ങൾ. മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കവും ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവും. KB ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ തോൽവിയെന്തെന്നറിഞ്ഞിട്ടില്ല. പിതാവ് R ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശിയായി രംഗപ്രവേശം. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് നിന്ന് നിയമസഭാംഗമായതോടെയാണ് ഗണേഷിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പത്തനാപുരത്ത് നിന്ന് തുടർച്ചയായി ജയിച്ച നിയമസഭാംഗമായി. 2 തവണ മന്ത്രിയായിരുന്നു. 2001 AK ആന്റണി നയിച്ച UDF മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് 2003 പിതാവ് R ബാലകൃഷ്ണപിള്ളയ്ക്ക് മന്ത്രിയാവാൻ വേണ്ടി രാജിവെക്കുകയായിരുന്നു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് വിവാദങ്ങൾക്ക് പിന്നാലെ 2013 രാജിവെച്ചു. UDF വിട്ട് 2016 LDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് കളത്തിലിറങ്ങി. സിനിമാ രംഗത്തെ സഹപ്രവർത്തകൻ ജഗദീശനെയാണ് അന്ന് പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയെയും തോൽപ്പിച്ചു. പിതാവിന്റെ മരണശേഷം കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനായി. വ്യക്തിപരമായതും രാഷ്ട്രീയപരവുമായ വിവാദങ്ങൾ ഒന്നൊഴിയാതെ പിന്തുടരുമ്പോൾ ഗണേഷ് കുമാറിന് ഒന്നേ പറയാനുള്ളൂ. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയുണ്ടാകണം. വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ച് ദയവേത് ഉപദ്രവിക്കരുത്. കാരണം ഞാനൊന്നിനും ഉള്ള ആളല്ല. നന്നായി ഒരു ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സഹായിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കണ്ണൂരുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ട നേതാവാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. പാട്ടുപാടിയും വോട്ടുപിടിച്ചും ലോക്സഭയിലും നിയമസഭയിലും ശബ്ദമായത് നിരവധി തവണ. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലും 1ാം പിണറായി മന്ത്രിസഭയിലും ഇപ്പോൾ 2ാം മന്ത്രിസഭയിലും. കോൺഗ്രസുകാരനായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കടന്നപ്പള്ളി 3 പതിറ്റാണ്ടായി ഇടതുപക്ഷത്തെ ഉറച്ച കണ്ണൂർ കോട്ടയാണ്. സാക്ഷാൽ EK നായനാരെ കാസർകോടിന്റെ മണ്ണിൽ മലർത്തിയടിച്ച KSUവിന്റെ തീപ്പൊരി നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭയിലെത്തുമ്പോൾ പ്രായം വെറും 26. അത് 1971. കേരള രാഷ്ട്രീയത്തിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ അന്നും ഇന്നും ആദ്യം ഓർക്കുന്നതും ഈ അംഗമാണ്. 77 ആവർത്തിച്ചു വിജയം. തോറ്റത് M രാമണ്ണറെ. തെരഞ്ഞെടുപ്പും ജയവും തോൽവിയും ഒന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പുത്തരിയല്ല. 1980 ഇന്ദിരാ കോൺഗ്രസിനോട് കലഹിച്ച കോൺഗ്രസ് സെക്കുലറായി. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ രാഷ്ട്രീയവുമായി 1980 ഇരിക്കൂറിൽ നിന്ന് നിയമസഭയിലെത്തി. പിന്നാലെ തുടർച്ചയായ 3 തോൽവികളും ഏറ്റുവാങ്ങി. പിന്നെ ജയിച്ചത് 2006 എടക്കാട്ട് നിന്ന് നിയമസഭയിലേക്ക്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 1996 നടന്ന തെരഞ്ഞെടുപ്പിന്റെ നേർചിത്രമായിരുന്നു 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇടതുമുന്നണിക്കും കടന്നപ്പള്ളിക്കും പ്രസ്റ്റീജ് മത്സരമായിരുന്നു കണ്ണൂരിലത്. 96 കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കടന്നപ്പള്ളിയെ തോൽപ്പിച്ച AP അബ്ദുള്ളക്കുട്ടി തന്നെ എതിർ സ്ഥാനാർത്ഥി. കണ്ണൂർ കോട്ട ചുവപ്പിച്ച കടന്നപ്പള്ളി മണ്ഡലം തിരിച്ചുപിടിച്ചു. 2021 വരവ് സതീശൻ പാച്ചേനിയെ തോൽപ്പിച്ചായിരുന്നു. മന്ത്രി പദവിയിൽ ഇത് 3ാം തവണയാണ്. ആദ്യം VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ദേവസ്വമായിരുന്നു വകുപ്പ്. 1ാം പിണറായി മന്ത്രിസഭയിൽ തുറമുഖം. പുനഃസംഘടനയിലൂടെ 2ാം പിണറായി മന്ത്രിസഭയിൽ 2ാം പകുതിയിൽ വീണ്ടും മന്ത്രിയായെത്തുകയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. കോൺഗ്രസുകാരനായി തുടങ്ങി. KSU സംസ്ഥാന പ്രസിഡന്റായി. പിന്നെ കലഹിച്ച് പിളർന്ന് കോൺഗ്രസ് വിട്ടു. ഒപ്പമിറങ്ങിപ്പോന്ന AK ആന്റണി അടക്കമുള്ളവർ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയപ്പോഴും ഇടതു തന്നെയായിരുന്നു കടന്നപ്പള്ളിയുടെ പക്ഷം. എന്നും ഇടതുമുന്നണിയുടെ ഏറ്റവും വിശ്വസ്തനായ ഘടകകക്ഷി നേതാവ്. അംഗബലം കൊണ്ട് ചെറുതാണ് പാർട്ടിയെങ്കിലും
ജനസമ്മതിയിലെ വലിപ്പമാണ് പാട്ടുകാരൻ കൂടിയായ കടന്നപ്പള്ളിയുടെ രാഷ്ട്രീയ നേട്ടങ്ങളുടെ കരുത്ത്. റിസർച്ച് ഡെസ്ക്, ന്യൂസ് 18. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. നവകേരള സദസ്സിന്റെ വിലയിരുത്തൽ യോഗത്തിലുണ്ടാകും. അയോധ്യ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ ആശയക്കുഴപ്പവും ചർച്ച ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വിഷയം പ്രചാരണായുധമാക്കാനാണ് CPM ആലോചന. ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ ഭേദഗതി ചെയ്ത ഹർജി സമർപ്പിച്ചു. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കണമെന്നാണ് ആവശ്യം. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കണം. പരിഗണനയിലുള്ള ബില്ലുകളിൽ ഉടൻ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കണം. ഭരണഘടനാപരമായ അധികാരം വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഹർജിയിലുള്ളത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഈ പരിപാടി ചലച്ചിത്ര നടനും DMDK സ്ഥാപകനുമായ വിജയകാന്തിന്റെ സംസ്കാരം ഇന്ന് കോയമ്പേട്ടിലെ DMDK ആസ്ഥാനത്ത് വൈകിട്ട് 4:45 പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെ മൃതദേഹം സംസ്കരിക്കുക. പാർട്ടി ആസ്ഥാനത്ത് മൃതദേഹം ഇന്നലെ പൊതുദർശനത്തിന് വെച്ചിരുന്നു. നൂറുകണക്കിന് പേർ വിജയകാന്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. നാടക സംവിധായകൻ പ്രശാന്ത് നാരായണന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം രാവിലെ 10 വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് കാലടിയിലെ സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 3:30 ശാന്തി കവാടത്തിലാണ് സംസ്കാരം നടക്കുക. ഇപ്പോൾ നിയുക്ത ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത്ത് രാമചന്ദ്രനുമായി സംസാരിക്കുകയാണ്. അതിലേക്ക് മൂന്നാം തവണയാണ് മന്ത്രിസ്ഥാനത്തേക്ക്. ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ 2 തവണയും ആ പ്രതീക്ഷ നിറവേറ്റിയ ആളാണ്. എന്ത് പ്രതീക്ഷകളെ ഇത്തവണ? ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവരുടെ മനസ്സിനനുസരിച്ചുള്ളൊരു ഭരണം പ്രതീക്ഷിക്കുക. എന്നെക്കൊണ്ട് കഴിയുന്നതിന് പരമാവധി ഞാൻ നീതി പുലർത്തുകയും സത്യസന്ധത പുലർത്തുകയും കറപ്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ മുഖമുദ്ര തന്നെ കറപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻസ് എടുക്കും. എൻ്റെ വകുപ്പിൽ നിന്ന് ഒരു തരത്തിലുള്ള പണം ചോർന്നു പോകാൻ അനുവദിക്കില്ല. ഞാൻ വ്യക്തി ജീവിതത്തിൽ ഒരല്പം പിശുക്കനാണ്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ പണം, ഞാൻ എൻ്റെ മുറികളിൽ താമസിക്കുന്ന ഹോട്ടലിൽ പോലും ആവശ്യമില്ലാത്ത ലൈറ്റ് ഇടാത്താണ്. കാരണം വൈദ്യുതി ലാഭിക്കണമെന്ന് ചിന്തിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാ കാര്യങ്ങളും. അത് KSRTCയുടെ ചെലവ്, KSRTC വകുപ്പാണെങ്കിൽ അതിൻ്റെ ചെലവ് പരമാവധി കുറച്ചുകൊണ്ട് വരവ് വർദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പ്രയോജനമുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള വളരെ അച്ചടക്കമുള്ളൊരു സിസ്റ്റത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മാത്രമേ. ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജനങ്ങൾ അഴിമതിക്കെതിരാണ്. അപ്പോൾ അഴിമതി നിർത്തുന്നതോടുകൂടി തന്നെ കെടുകാര്യസ്ഥനെ അഴിമതി മാറുന്നതോടുകൂടി തന്നെ സംഗതി മട്ടുമാറും. KSRTCയിലെ 90% ജീവനക്കാരും നല്ലവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് അധ്വാനം ഇല്ല. അവരെ സംബന്ധിച്ചൊരു നിരാശ എന്ന് പറയുന്നത് ഞങ്ങൾ കഷ്ടപ്പെട്ടു ആളെ കയറ്റുന്നു കൊണ്ടുവരുന്നു. എനിക്ക് മനസ്സിലാക്കിയ ഒരു സൈക്കോളജിക്കലി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് നമ്മൾ ആളെ കൊണ്ടിരുന്നു. അത് ഫലപ്രദമായ രീതിയിൽ അവർക്ക് പ്രയോജനപ്രദ രീതിയിലോ നാടിന് പ്രയോജനപ്രദ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നില്ല. അതവരുടെ പരാതിയാണ്. കാരണം അവർ അധ്വാനിച്ചിട്ട് അവർക്ക് ശമ്പളവും പെൻഷനും. നല്ലൊരു ശതമാനം ആളുകൾ പറയുന്നത് അവർ ശമ്പളമില്ല, പെൻഷനില്ല. അവർ അധ്വാനിച്ചിട്ട് അവർക്ക് ഞങ്ങൾ കിടന്ന് അധ്വാനിക്കുന്നു, ഇത് എവിടെ പോകുന്നു എന്നുള്ളത് ചോദിക്കില്ല. ഇനി അവർക്ക് ധൈര്യമായിട്ടിരിക്കാൻ എവിടെയും പോകില്ല. ഇതിലെ നോട്ടക്കാരനായിട്ട് ഞാൻ എല്ലാ ഈച്ച് ആൻഡ് എവരി സ്ഥലത്ത് ഞാൻ അങ്ങനെ പോയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല, ഞാനല്ല ഈച്ച് ആൻഡ് എവരി സ്ഥലത്ത് എവിടെയാണ് ചോർച്ച വരാൻ സാധ്യതയുള്ളത് ആദ്യത്തെ 2 ആഴ്ചകളെ ഈ സമയത്ത് ഞാൻ പഠിച്ചതിന് ശേഷം ഞാനത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എന്താണ് കണ്ടതെന്ന് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്തു. അദ്ദേഹത്തിന് അനുമതി വാങ്ങിച്ചുകൊണ്ട് കർശനമായ ചെലവ് ചുരുക്കൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അത് വളരെ സ്റ്റൈലായിട്ടുള്ള ചെലവാണ്. വേറെ ആവശ്യമില്ലാത്ത ചെലവ് ഒരുക്കല്ല. മാക്സിമം അനാവശ്യമായ ചെലവുകളെല്ലാം ഒഴിവാക്കും. ഒരു പൈസ പോലും നമുക്ക് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ ചോർച്ച അടയ്ക്കണം. അടച്ചു കഴിയുമ്പോൾ തൊഴിലാളികൾക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം കൈവരും. ഒരു പരിധിവരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് യൂണിയൻ പ്രവർത്തകരോട് പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ സമരത്തിന് വേണ്ടി സർക്കാർ, ഇടതുപക്ഷം വേണ്ടി സർക്കാരിനെ മോശക്കാരനാക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ട. നിങ്ങൾ കൂടി സഹകരിക്കൂ, കുറച്ച് സമയം തരും. ആ ഒരു ആത്മവിശ്വാസം അതിൽ എങ്ങനെ നൽകാൻ പറ്റുമെന്നുള്ളതാണ് തൊഴിലാളികൾ. ഞാൻ അത് പ്രവർത്തനം തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഇത് അവർ അത് പിന്നെ സമരത്തിന് വേണ്ടി ഒരാൾ സമരം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ സമരം ചെയ്തത്.
പക്ഷെ അത്തരത്തിൽ സമരം ചെയ്യുമ്പോൾ തൊഴിലാളികൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കാലം അവസാനിക്കുകയാണ്. ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ ഇത് പൊളിഞ്ഞാൽ വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ല. ഇടതുപക്ഷ മുന്നണി സർക്കാർ കഴിഞ്ഞ 7.5 വർഷമായി അങ്ങോട്ട് പൈസ കൊടുത്തു ഈ പ്രസ്ഥാനത്ത് നിലനിർത്താൻ. അത് അവിടെയുള്ള തൊഴിലാളികളോടും ഈ സർവീസിനെ ആശ്രയിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരിനോടൊത്താണ് സർക്കാർ ഇത്രയും പൈസ ഇതിന് ചെലവഴിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത് എന്ന പ്രതീക്ഷയോടുകൂടി അതിനെ പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞ് രാവിലെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ അത് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഈ 2.5 വർഷം ഒരുപാട് പേരുദോഷം കൽപ്പിച്ചൊരു വകുപ്പാണ് KSRTC. അവിടുന്ന് ഈ 2.5 വർഷം കഴിഞ്ഞ് വരുമ്പം എന്ത് ചെയ്താലും പ്ലസ് ആണ്. അതൊരു അഡ്വാൻറ്റേജ് ആയി കാണുന്നുണ്ടോ? മാക്സിമം ചെയ്യാന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ അങ്ങനെ 2 വർഷം കുഴപ്പമായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കരകയറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ ഇത്രയും പൈസ പെൻഷനായിട്ട് കൊടുത്തു, ശമ്പളമായിട്ട് കൊടുത്തു, എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് കൊണ്ടുവരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഏറ്റവും നല്ലത് ഈ എല്ലാ ചെലവുകളും, അനാവശ്യമായ എല്ലാ ചെലവുകളും നിർത്തണം. ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുമോ ഒരു നിസ്സാര കാര്യമല്ലേ എന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു കുടത്തിൽ വെള്ളം എടുത്ത് വെക്കുന്നു, ഒരു മൺകുടത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരു ചെറിയ സുഷിരം, സാരമില്ല ചെറുതായിട്ട് നനയുന്നല്ലേ എന്നുള്ളത്. പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പം അത്തരത്തിലുള്ള ചെറിയ ഓട്ടങ്ങൾ പോലും അടയ്ക്കാനുള്ള പരിശ്രമം അത് തൊഴിലാളി നേതാക്കളും ഏതൊക്കെ സ്ഥലത്ത് ചോർച്ചയുണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ നമ്മൾ അടയ്ക്കും. പണ്ടും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പണ്ട് യൂണിയൻ നേതാക്കൾ തന്നെയാണ് പറഞ്ഞുകൊണ്ട് ഇന്ന സ്ഥലങ്ങളിൽ കുഴപ്പമുണ്ട്, അത് തടയണം എന്ന് അവർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം തന്നെ ഞാൻ തടഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഈ സിനിമാ വകുപ്പ് ചോദിച്ചു എന്ന് കേട്ടു, അത് കിട്ടാത്ത നിരാശയുണ്ടോ? ഇല്ല, അങ്ങനെ ചോദിച്ചില്ല. നമ്മൾ അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു ചോദ്യമൊന്നും ഉണ്ടായില്ല. സിനിമാ വകുപ്പ് കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചത് സന്തോഷമുണ്ട്. അതൊക്കെ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട കാര്യമാണ്, LDF തീരുമാനിക്കേണ്ട കാര്യമാണ്. CPM-ൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വകുപ്പാണ്, അതെടുക്കണമെന്നൊക്കെ അവർ പാർട്ടിയും മുന്നണിയും തീരുമാനിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ തീരുമാനം വരണം. അത് സിനിമ പ്രവർത്തകർക്ക് അത് നന്നാകണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ചില ആളുകൾ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. സിനിമയെ ഞാൻ സിനിമാ നടനായിരുന്നു. ഞാൻ സിനിമയെ നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതാണ്. ഞാൻ ഈ വിവാദങ്ങളിലൊക്കെ ഒരു ഏറ്റവും നല്ല ഒരു ഫെസ്റ്റിവൽ നടത്താൻ പോലും എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു അപശബ്ദങ്ങളും ഇല്ലാതെ വളരെ സുരക്ഷിതമായ നല്ല ഫെസ്റ്റിവൽ ഞാൻ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഇതുവരെ കണ്ട ഫെസ്റ്റിവലിൽ വെച്ച് ഏറ്റവും വളരെ സ്റ്റൈലായിട്ടുള്ള ഫെസ്റ്റിവലാണ് നമ്മൾ. കഴിഞ്ഞ 2 വർഷം അതിന് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഭയങ്കര കൂവലും പ്രശ്നങ്ങളും എതിരുള്ള അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് വന്നു ഫെസ്റ്റിവലുമായി. വ്യക്തിപരമാണ്. കാരണം ഈ ഫെസ്റ്റിവൽ കാണാൻ വരുന്നവരും ഫെസ്റ്റിവൽ പങ്കെടുക്കുന്നവരും സ്വാഭാവികമായിട്ടും അല്പം ബുദ്ധിജീവികളും അവരൊരു കുറച്ചുകൂടെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാടുള്ളവരാണ്. അപ്പോൾ അവരെ സാധാരണ നിലയിൽ നമ്മൾ കണ്ടാൽ നമ്മൾ മണ്ടന്മാരാണ്. അപ്പോൾ അവർക്ക് പല പല കാലിബറുള്ളവരാണ്, പല പ്രദേശത്ത് വരുന്നവരാണ്, പലരും നല്ല റീഡിങ് ഹാബിറ്റ് ഉള്ളവരാണ്. അവർ ലോകത്തെക്കുറിച്ച്, അവർ ലോക സിനിമകളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് ഈ കാണാൻ വരുന്നവർക്ക്. അപ്പോൾ അവരുടെ അടുത്ത് അവരെ ആ നിലയിൽ കാണുക എന്നുള്ള ഒരു വെറും ഒരു മോശക്കാരായിട്ട് അവരെ കാണാൻ പറ്റത്തില്ല. കാരണം വിവിധ മേഖലകളിൽ അവർക്ക് ഉള്ളതായ ചില കഴിവുള്ളവരാണ് ഈ കാണാൻ വരുന്നവർ ഇതിൽ പങ്കെടുക്കുന്നത്. ഇതൊരു പിന്നെ ചുമ്മാ കാഴ്ചയ്ക്ക് വരുന്നവരും ഉണ്ട്. പക്ഷേ എങ്കിലും നല്ല കുറേ സിനിമകൾ കാണണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇതിനൊരു പഠിക്കണം, മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുന്നവരുണ്ട്. പിന്നെ ചുമ്മാ ഇടിക്കുന്നവരുണ്ട്. ഉണ്ട് ആൾക്കൂട്ടങ്ങളിടത്തെല്ലാം ഇടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ കാര്യമില്ല. പക്ഷേ അവരെ നമ്മൾ അവരുടേതായ നിലവാരത്തിൽ കാണും. ഈ സിനിമയുടെ അഭിപ്രായം രഞ്ജിത്തിൻ്റെ സ്വന്തം അഭിപ്രായമാണ്. അദ്ദേഹം അങ്ങനത്തെ ഒരു പ്രകൃതമാണ് പണ്ടും, ഇപ്പോഴൊന്നും അല്ല, ഇങ്ങനൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ഓരോരുത്തരെ നേച്ചർ മാറ്റാൻ പറ്റും. മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ വിമർശിക്കുന്നത് ആരോടും പറയും, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഒരു സ്നേഹിതൻ എന്ന നിലയിൽ ഒരു രഞ്ജിത്ത് ഒരു നല്ല ദുഷ്ടനൊന്നുമല്ല, വളരെ നല്ല മനസ്സിൻ്റെ ഉടനെ കാണുന്നതൊന്നുമല്ല കേട്ടോ. ഈ ചുമ്മാ ഈ വർത്തമാനം പറയുമ്പോൾ കാണാൻ അയാൾ വളരെ നല്ലൊരു, എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊന്നും അങ്ങനെ അധികം, വ്യക്തി ജീവിതത്തിൽ വളരെ നല്ല മനുഷ്യൻ, ഹെൽപ്ഫുള്ളായിട്ടുള്ള ആളാണ്. ഈ പറയുന്ന ഒന്നും മാടമ്പിക്കുന്ന അദ്ദേഹത്തെ വിളിക്കുന്നു. എനിക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നും. കാരണം ഞാൻ തുറന്നു പറയുമ്പം മാടമ്പിയ എന്ന് പറയുന്നത് തരും. അങ്ങനെ മാടമ്പികളും അടിമകളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാവരും പറയുന്നില്ലേ, അതുപോലെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു കലാപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ വേറെയാണ്. പക്ഷേ രഞ്ജിത്തിനെ ഒരിക്കലും ഒരു മനുഷ്യത്വമില്ലാത്ത ആളാണ്, വളരെ മനുഷ്യത്വമുള്ളതാണ്. ഒരുപാട് പേരെ സഹായിച്ചത് എന്നെ പേരെടുത്ത് പറയുന്നത്. നമുക്കൊരു വിഷമം വന്നാൽ നമ്മൾ കൂടെ നിന്ന് സഹായിക്കാനുള്ള മനസ്സിൽ ഒരു നല്ല സ്നേഹിതനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. പക്ഷെ പിന്നെ പറ്റി അദ്ദേഹം പറഞ്ഞാൽ ഞാനൊരു തമാശയായിട്ട് എടുക്കുന്നത്, അതൊന്നും ഒരു സ്വാതന്ത്ര്യം കൊണ്ട് പറയുന്നതാണ്. രഘുവിനെ പറ്റിയൊക്കെ ചില കമൻറ്റ്, അത് ആ ഭീമൻ രഘു എന്ന വ്യക്തിയോടുള്ള സ്നേഹവും ആ ഒരു നമ്മുടെ ഒരാളാണല്ലോ എന്നുള്ള ഇത് അല്ല, കുറ്റമായിട്ട് പറയുന്നില്ല. ഇപ്പോൾ മുകേഷിൻ്റെ കഥകൾ നമ്മൾ കാണാം, മുകേഷ് കഥകൾ, അത് മുകേഷ് ദുഷ്ടത്തരം കൊണ്ട് പറയുന്നതല്ലല്ലോ,
ചില തമാശകൾ നമ്മളെ പറ്റിയൊക്കെ പറയുമ്പം ചിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കഥകളാണ്. അത് നമ്മളൊരു അദ്ദേഹം ഫിലിം മേക്കറല്ലേ, അദ്ദേഹത്തിൻ്റെ സിനിമയെ പറ്റി, അദ്ദേഹം എടുക്കുന്ന സിനിമകളെ പറ്റി, അതിൻ്റെ പരാജയത്തെപ്പറ്റി, വിജയത്തെപ്പറ്റി, തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കാണാം. അതിലൊക്കെ നമ്മളെ ഇങ്ങനെ തന്നെ വേണം നമ്മളെങ്ങനെ പറയാം. മറ്റേതുപോലത്തെ സിനിമ രഞ്ജിത്തൊരു അങ്ങനൊരു ദുഷ്ടനും ദ്രോഹിയാണ്. ചേട്ടൻ എങ്ങനെയാ സിനിമ അഭിനയം തുടരുമോ? മന്ത്രിയായാലും മുഖ്യമന്ത്രിയുടെ സമ്മതം വേണം, അനുവാദം വേണം. അതെ, നല്ല റോളുകൾ വന്നാൽ അപ്പോഴും ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കും. അദ്ദേഹം അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലിയുടെ സൗകര്യങ്ങളൊക്കെ നോക്കി കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ടും മാറാം. ഞാൻ പൊതുപരിപാടി ഒന്നും ഏറ്റെടുക്കുന്നത്. ഞാൻ പൊതുപരിപാടി ഏറ്റെടുത്ത് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് രാജ്യം മുഴുവൻ ഇറങ്ങിയാൽ ഒരു കാര്യം നടക്കില്ല. നമ്മുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് നൽകണമെങ്കിൽ നമ്മൾ അവരെ കൂടെ നിൽക്കണം. നമ്മൾ കറങ്ങി നടന്ന് ഈ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിലും പോകാറില്ല, രഞ്ജിത്തിനറിയില്ല. ഞാൻ പത്തനാപുരം വിട്ട് എവിടെയും പോകാറില്ല. അത് ഇനിയും അങ്ങനെ തന്നെ തുടരും. കാരണം അത് അവസരങ്ങളിൽ MLA-മാരുണ്ട്, MP-മാരുണ്ട്, അവർക്ക് അവരെ പ്രോട്ടോക്കോളുണ്ട്, അവർക്ക് അതിന് അധികാരമുണ്ട്, അവകാശം. ഉദ്ഘാടനങ്ങളൊക്കെ അവർ ചെയ്തിട്ട് അതൊക്കെ നമ്മളെന്തിനാ കയറി ശല്യമുണ്ടാകും. ഈ ഔദ്യോഗിക വസതി വേണ്ട, സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുന്നു, അങ്ങനെയൊക്കെ. ഔദ്യോഗിക വസതി വേണ്ടാന്ന് വെക്കാൻ എല്ലാവരും പറയുന്നതല്ല. മന്ത്രിയാകുമ്പോൾ എല്ലാം പറക്കിക്കൊണ്ട് അങ്ങോട്ട് പോവുക, അല്ലാതാകുമ്പോൾ എല്ലാം പറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരിക, അതൊന്നും വേണ്ട. ഞാൻ എൻ്റെ ഭാര്യയും 2-3 പിള്ളേരുമുണ്ട്. അവർ ഒരാൾ വെളിയിലാണ്, 2 പേര് ഇവിടെ ഉണ്ട്. അവർ വന്നും പോയൊക്കെ നിൽക്കും. അപ്പോൾ അതുപോലെ അത് മതി. ഈ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുന്ന ചെലവൊരുക്കലിന്റെ ഭാഗമായിട്ടാണോ? അതല്ല, നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആളുകളെ, ഇതൊക്കെ തലവേനകളാണ്. ഞാൻ അച്ഛനൊക്കെ ഉള്ള സമയത്താണ് മന്ത്രിയായത്. 2 പേരെ ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചു അന്ന് പത്തനാപുരത്ത്. ഈ 2 പേരും കൊട്ടാരക്കര കോടതിയിൽ എനിക്കെതിരെ കള്ളസാക്ഷി പറയുകയും എന്നെ കേരളത്തിൽ എനിക്കെതിരെയുള്ള ഏക ക്രിമിനൽ കേസിൽ, അത് കോൺഗ്രസ്സുകാർ കൊടുത്ത കേസാണ്, അതിൽ കള്ളസാക്ഷി പറയുകയും കാണാത്ത കാര്യം, കേൾക്കാത്ത കാര്യം, അറിയാത്ത കാര്യം പച്ചയായ കള്ളസാക്ഷി പറഞ്ഞ 2 പേരും പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിലേക്ക് പാർട്ടി സെലക്ട് ചെയ്തിരുന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിച്ച, നമ്മളെ സ്നേഹിച്ച, നമ്മളെ സഹായിച്ച. നാളെ ഒരാൾ നമ്മളോട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരാളെ എടുക്കണ്ട. സ്റ്റാഫുകളുടെ ഒരു യോഗ്യത അതെങ്ങനെയായിരിക്കും? മാനദണ്ഡം എന്താണ്? സാമ്പത്തികമായ മറ്റു തരത്തിലുള്ള ക്രമക്കേട് നടത്തിയാണല്ലോ എടുക്കുക. പിന്നെ പാർട്ടി ശുപാർശ ചെയ്യും. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവർ വർഷങ്ങളായിട്ട് അവർ ശമ്പളം കൊടുക്കാതെയും ശമ്പളം കൊടുത്തുമൊക്കെ എനിക്കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. അവരെ മാത്രം എടുക്കുന്നു. വേറെ എല്ലാവരും കൂടെ എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് നാട് നന്നാവില്ല, അതുകൊണ്ട് അവരും നന്നാവില്ല. ഇനി എൻ്റെ അനുഭവം വളരെ വലിയ ദുരനുഭവമാണ്. കാരണം 2 പേരെ വെച്ചത് 2 പേരും കാണാത്ത കേൾക്കാത്ത കാര്യം ഒരു കോടതിയിൽ വന്ന് ബഹുമാനായ ജഡ്ജിയുടെ മുമ്പിൽ കള്ളസാക്ഷി പറഞ്ഞു എന്നുള്ളത് ജീവിതത്തിലൊരു ഹൃദയഭേദകമായ കാര്യം. പിന്നെ ഈ കള്ളസാക്ഷി പറയുന്നവൻ, ഞാൻ ദൈവവിശ്വാസിയാണ്, കള്ളസാക്ഷി പറയുന്നവൻ എന്താണ് അനുഭവം എന്നുള്ള കാര്യം ദൈവം തമ്പുരാൻ തീരുമാനിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ നന്ദികേടാണ്. കാരണം ഞാൻ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് സ്റ്റാഫിൽ നിർത്തി ലോ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത് എല്ലാം കൊണ്ടുവന്ന ഒരാളാണ് എനിക്കെതിരായിട്ട് കള്ളസാക്ഷി. പരിപൂർണമായ കള്ളസാക്ഷിയാണെന്ന് വായിക്കുന്ന ആർക്കും മനസ്സിലാവും. ചുമ്മാ വായിച്ചാൽ മനസ്സിലാവും ഇത് കള്ളമാണ് പറയുന്നത്. ഇന്നലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ വരുന്നതുകൊണ്ടാണ് അവർ സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കുന്നത്. ഇനി അത് തുടരാനുള്ള സാധ്യതയല്ല. അവരെന്തായാലും ബഹിഷ്കരിക്കും. ഒരു കാരണം, വളരെ ചെറിയൊരു കാരണം. നവകേരള സദസ്സിനെ ബഹിഷ്കരിച്ചു. എന്ത് കുറ്റം ചെയ്തു? നവകേരള സദസ്സ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നവകേരള സദസ്സ് ബഹിഷ്കരിച്ചായിട്ട് പ്രഖ്യാപിച്ചു. കാര്യം എന്താണെന്ന് അറിയണം. ഇവിടെ UDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും പോയി കോടിക്കണക്കിന് രൂപയാക്കി പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാം ഇടതുപക്ഷ മുന്നണി ബഹിഷ്കരിക്കുന്നു പറഞ്ഞു. MLA-മാർ പോയില്ല, പഞ്ചായത്ത് മെമ്പർമാർ പോയി കാണും, അവർ ജനങ്ങളുടെ കാര്യം ഉണ്ടുകൊണ്ട് പോയി കാണും, അതിന് പൈസ ചിലവാക്കി. അവിടെയൊന്നും പോയി LDF പ്രവർത്തകർ കരിക്കൊടി കാണിക്കാനും അവർ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനും വട്ടം ചാടാനും ഒന്നും പോയില്ലല്ലോ. വളരെ സുഗമമായി അദ്ദേഹത്തിന് എല്ലാ ജില്ലകളിലും പോകാനും രാവിലെ മുതൽ രാത്രി വരെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ. കാരണം സെക്യൂരിറ്റി നമ്മളിപ്പോൾ LDF വേളം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ സെക്യൂരിറ്റി വേണ്ടേ? ഈ അലിമ്പുണ്ടാക്കാൻ നടക്കുന്നവർക്ക് എന്തെങ്കിലും ബോധമുണ്ട്. എൻ്റെ പടം പേപ്പറിൽ വരണം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ആഗ്രഹമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഈ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ഓരോ ദിവസവും ഘടിപ്പിക്കുകയാണ്. എന്നും പറഞ്ഞൊരു വിലയും, വല്ലപ്പോഴും പറഞ്ഞൊരു വിലയും. എന്നും നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരാളെ കുറ്റം പറയും. യവനിയത് തന്നെ ജോലി എന്ന് നമ്മൾ ധരിക്കും. പറയേണ്ട കാര്യങ്ങൾ പറയണം. എന്നെ ബഹിഷ്കരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ പേരിൽ ഏത് കുറ്റം? കോൺഗ്രസ്സുകാരന്മാർ കൊടുത്ത ഒരു കള്ളക്കേസ്. ആ കള്ളക്കേസിൽ അതാണ് എൻ്റെ കുറ്റം. എവിടെയാണ് CBI നൽകിയ റിപ്പോർട്ടിൽ എൻ്റെ പേരവിടെ പറഞ്ഞിരിക്കുന്നു?
ഗൂഢാലോചന നടത്തിയത് മുഖ്യമന്ത്രിയുടെ പേരോട് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പേര് ചുമ്മാ ഒരു അറിയാത്ത വായിച്ചു നോക്കണം. മലയാളത്തിലെ മുഖ്യധാര 76 പേജ് വായിച്ചു നോക്കണം. അതെ, അത് ഈ മലയാളത്തിലെ മുഖ്യധാര പത്രത്തിന് ആദ്യത്തെ ഫ്രണ്ട് പേജിൽ വാർത്ത അടിച്ചു. അവർ പോലും മനസ്സിലാക്കിയില്ലെന്ന്. മനസ്സിലാക്കാതെ കാരണം എന്താ ഒരു ആ പത്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു കുഴപ്പം LDF-നെതിരെ ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ്. നിങ്ങളെല്ലാം ആ റിപ്പോർട്ട് വായിച്ചു നോക്കി. ആ റിപ്പോർട്ട് ഞാൻ എൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഹൈക്കോടതി അഭിഭാഷകർ 2 പേരെ കാണുകയും ഇത് വായിക്കാൻ കൊടുക്കുകയും ചെയ്തു. അവർ ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. ഇതിനകത്ത് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു തന്നെയാണ്, നിയമ നടപടിക്കന്നെ. അപ്പോൾ അവർ ചോദിച്ചു എന്താ പറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ആരോ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞത് ഞാനാന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കും. അതൊക്കെ ചുമ്മാ പറയാം. CBI റിപ്പോർട്ടിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ റിപ്പോർട്ട് ഔദ്യോഗികമായി തന്നെ കോടതിയിൽ നിന്ന് ഞാൻ അപേക്ഷ കൊടുത്ത് വാങ്ങിച്ചു. നിയമപരമായി തന്നെ ഒരു നിയമ നടപടിക്ക് വേണ്ടിയുള്ള നീക്കത്തിന് ഭാഗത്ത് ബഹുമാനായ വളരെ പ്രമുഖരായിട്ടുള്ള 2 അഡ്വക്കേറ്റ്സ്, ഏറ്റവും സീനിയറായിട്ടുള്ള അവരത് പഠിച്ചിട്ട് ചിരിക്കുക. നിങ്ങളെ പറ്റി എന്തെന്നാണ് ഇതിനകത്തെന്ന് ചോദിച്ചു. നിങ്ങളൊക്കെ വായിച്ചു നോക്കി. ചാനലിന് പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇത് വായിച്ചു നോക്കിയിട്ട് അവരൊന്നും ഇതിനകത്ത് അയാളുടെ പേരൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഒരു പത്രം അത് പണ്ടുമുണ്ട്. LDF എന്ത് ചെയ്താലും അവർ കുറ്റപ്പെടുത്തി. ഈ പലരും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഇന്ന് സത്യപ്രതിജ്ഞയിലേക്ക് പോവുകയാണ്. ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട്? ഇടതുപക്ഷ മുന്നണിയോട് മുഖ്യമന്ത്രികളാണ്. കാരണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിൽ ഇടതുപക്ഷ മുന്നണി പാർട്ടിക്ക് നൽകിയൊരു വാക്കുണ്ട്. അത് കൃത്യമായി പാലിച്ചു എന്നുള്ളത് ഇടതുപക്ഷ മുന്നണിയുടെ അന്തസ്സായി നമ്മൾ കാണും. വേറെ ഏത് മുന്നണിയാണെങ്കിൽ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ ഉച്ചയാവട്ടെ നോക്കിട്ട് കാണേണ്ട മതി അങ്ങോട്ട് നടക്കും. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി LDF യോഗത്തിൽ പറഞ്ഞത് ഡിസംബർ 25 കാണുമ്പോൾ ഒന്നൊരാൾ ചോദിച്ചാൽ പറഞ്ഞു ഡിസംബർ തീരാൻ പിന്നെയും ദിവസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ വാക്ക് അതിനെ കൃത്യമായി പാലിക്കുന്നത് അതൊക്കെ LDF ഒരു തീരുമാനം. ഇപ്പം ഒരു പഞ്ചായത്തിലാണെങ്കിൽ പോലും ഇന്ന ദിവസം 30-ാം തീയതി പഞ്ചായത്ത് പ്രസിഡന്റ് മാറി മറ്റൊരു ഘടകകക്ഷി കൊടുത്തെന്ന് പറഞ്ഞാൽ ആ ദിവസം കൊടുത്തിരിക്കും. ഞാൻ മനസ്സിലാക്കുന്ന ആ വാക്ക് അംഗീകരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നില്ല. അദ്ദേഹം എന്നെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ഞാൻ മാത്രമല്ല ആർക്കും എപ്പോഴും എന്തും കിടന്നെന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം വേദന ഉളവാക്കുന്നത്. വ്യക്തിപരമായി എനിക്ക് വളരെ സങ്കടമുണ്ട്. ഞാനും എൻ്റെ കുടുംബവുമായും വളരെ നല്ല സ്നേഹബന്ധം വെച്ച് പുലർത്തിയിരുന്നു. ഈ വനംവകുപ്പിലായിരുന്നപ്പോൾ ഓഫീസ് നടപടിക്രമങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തമായ ശൈലി ഉപയോഗിച്ചിരുന്നു. ഇവിടെയും അത് പ്രതീക്ഷിക്കാമോ? ഓഫീസ് വർക്കുകളെല്ലാം എഫിഷ്യൻ്റ് ആക്കാനുള്ള ആളുകൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരുപാട് പേര് സ്റ്റാഫിലില്ല എന്ന് പറയാൻ അത്യാവശ്യം പാർട്ടിക്കാർ പാവപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ട്, അവരെ പരിഗണിക്കും. അപ്പോൾ പൂർണ്ണമായി എണ്ണത്തിൽ കുറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് അനാവശ്യമായ ആളുകളെ എടുക്കില്ല. വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരെ എടുത്തിട്ട് അച്ഛൻ്റെ അനുഭവം മോശമായിരുന്നു. അച്ഛൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെടുത്ത് എല്ലാവരും വേറെ പാർട്ടിയിലാണ്. ഇപ്പോൾ പിന്നെ അച്ഛൻ്റെ അനുഭവം നമ്മൾ എടുക്കണ്ടേ? അച്ഛൻ്റെ അനുഭവം വലിയ അനുഭവമില്ല. അച്ഛൻ്റെ പാർട്ടിയിലുള്ള ആളെ പണ്ട് അച്ഛൻ പേഴ്സണൽ സ്റ്റാഫിലെടുത്തു. അത് കഴിഞ്ഞ് അയാൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അടൂര് കോളേജ് തുടങ്ങിയപ്പം മാർത്തമ്മക്കാരനായ അദ്ദേഹത്തിന് ഓർത്തഡോക്സ് സഭയിൽ തിരുമേനോട് പറഞ്ഞ് ജോലി വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ജോലി വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹം ഈ കേരള കോൺഗ്രസ് പി എന്ന പാർട്ടിയുടെ പുച്ഛാണ്. അദ്ദേഹം ജോസഫിൻ്റെ കൂടെ ചേർന്നു, മാണി സാറിൻ്റെ കൂടെ ചേർന്നു, ജോസഫ് സാറിൻ്റെ കൂടെ ചേർന്നു, ജേക്കബ് സാറിൻ്റെ കൂടെ ചേർന്നു. ജീവിതം കരിപ്പിടിപ്പിച്ച ആൾ ആരാ? എൻ്റെ അച്ഛൻ. അയാൾ നാട്ടുകാർക്ക് പറയാൻ പറ്റുമോ? കൊട്ടാരക്കര നാട്ടിൽ നിന്നിട്ട് മാണി സാറാ എനിക്ക് ജോലി വാങ്ങിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല, ജോസഫ് സാറുമായി പറ്റത്തില്ല. കാരണം ഓർത്തഡോക്സ് സഭയുമായി ഏറ്റവും വലിയ ബന്ധമുണ്ടായിരുന്ന അച്ഛൻ സഭയുടെ ആളിനാണ് സാറിന് അവർ ജോലി കൊടുക്കുന്നത്. മാർത്തമ സഭക്കാരനായ ഇദ്ദേഹത്തിന് ആ കോളേജ് തുടങ്ങിയപ്പോൾ അടൂർ കോളേജ് തുടങ്ങിയപ്പോൾ ബിഷപ്പിനോട് പറഞ്ഞ് ജോലി വാങ്ങിച്ചു കൊടുക്കും. ഇന്ന് വരെ അവനാണ് പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ. ജനങ്ങളാണ് ഈ പത്തനാപുരത്തെ അപ്പോൾ അല്ല കേരളത്തിലെ ജനങ്ങളൊക്കെ ഒട്ടാകെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഒരു മന്ത്രി എന്നല്ല എങ്ങനെയായിരിക്കും താങ്കളെ സമീപിക്കാൻ, ആക്സസ് ചെയ്യാൻ പറ്റുക? അതിനൊരു സുതാര്യമായ മാർഗം ആർക്കും വരാം. എവിടെ വെച്ച് ഓപ്പണാണ് ഓഫീസ്, ഓപ്പണാണ്. മധ്യസ്ഥർ വേണ്ട, അത്രയും എനിക്ക് പറയാം. മധ്യസ്ഥരൊന്നും വേണ്ട. ഇപ്പോഴും എനിക്ക് മധ്യസ്ഥരൊന്നുമില്ല. പത്തനാപുരത്തുകാരായാലും ശരി, എന്നെ കാണാൻ പാർട്ടി നേതാക്കളെ വിളിച്ചുകൊണ്ടിരിക്കുക, മധ്യസ്ഥരെ കൊണ്ടുവരിക, അത് വേണ്ട. ഞാനൊരു സാധാരണക്കാരനല്ലേ. അവതാരങ്ങളൊന്നും ഉണ്ടാവില്ല, മുഖ്യമന്ത്രി ഒരു അവതാരം ഉണ്ടാവില്ല. എനിക്കറിയാമല്ലോ, ഞാൻ പഠിച്ചല്ലോ ജീവിതത്തിൽ. 2014 കണ്ട ഗണേഷ് കുമാറല്ല 2023. ഞാൻ എൻ്റെ ജീവിതം ഒരുപാട് പഠിച്ചു. ആരുണ്ട് ആരില്ല എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ആ സാധാരണക്കാരായ ജനങ്ങൾ മാത്രമേ അവരോടെയുള്ളൂ പ്രതിബദ്ധത. ആരും വരണ്ട, ഒരു അവതാരങ്ങളും വേണ്ട. മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് വളരെ ശരിയാണ്. അവതാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും, വേണ്ട. എൻ്റെ ഫോണിലേക്ക് കഴിഞ്ഞ 10 വർഷമായി വിളിക്കാത്ത ആരുടെയും ഫോൺ ഞാൻ എടുക്കാറില്ല. പിന്നെ MLA-മാർക്കെല്ലാം നേരിട്ട് എപ്പോഴെങ്കിലും കാണാം. ആ ജനപ്രതിനിധികൾക്ക് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കും, ഒരു സംശയവും വേണ്ട. പഞ്ചായത്ത് പ്രസിഡന്റായാലും പഞ്ചായത്ത് മെമ്പറായാലും അവർ ഏത് പാർട്ടിയാണെങ്കിലും ഞാൻ അവരെ കാണുകയും അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യും. കാരണം അത് അതിൻ്റെ ചുമതലയാണ്. കാരണം അവർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അവർക്ക് വലിയ വിലയുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ അംഗങ്ങൾക്ക് വലിയ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ്.
കാരണം ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നത് LDF ആണ്. അപ്പോൾ ആ സംവിധാനത്തിനൊരു വലിയ വിലയുണ്ട്. അവരെ നമ്മൾ അതുപോലെ സ്നേഹിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റാഫായാലും എല്ലാവരും ആ തരത്തിലേക്ക് ഒരു ആശങ്കയല്ല. ഈ എങ്ങനെയാണ് ഒരു പത്തനാപുരമായിട്ടുള്ള ബന്ധം ഇങ്ങനെ എല്ലാ ദിവസവും 5 ദിവസമെങ്കിലും ആഴ്ചയിൽ തിരുവനന്തപുരത്തേക്ക്? ഞാൻ 4 ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. 4 ദിവസം തിരുവനന്തപുരം, 3 ദിവസം പത്തനാപുരം. വെള്ളി, ശനി, ഞായർ പത്തനാപുരം. ഈ ഒരു അവസാനത്തെ ചോദ്യം കൂടി, നമ്മുടെ ഈ നവകേരള ബസ് ഇനി എന്ത് ചെയ്യും? വളരെ വിവാദമായൊരു ബസ്സാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ. അങ്ങനെ വിവാദമാകത്തൊക്കെ ആഡംബരങ്ങളൊന്നുമില്ല. അതിനൊന്ന് സർവീസ് ചെയ്ത് റെഡിയാക്കിയിട്ട് എവിടെ ഓടിക്കാന്നുള്ള കാര്യം KSRTCയുടെ മാനേജ്മെൻറ്റായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും. അത് മിസ്യൂസ് ചെയ്യില്ല, കാരണം അത് യൂട്ടിലൈസ് ചെയ്യണ്ടേ. നമ്മളൊരു KSRTCക്ക് ഒരു ബസ് കൂടി കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. അല്ല നവകേരള കേസ് ഒരു പാപമൊന്നുമല്ലല്ലോ. പക്ഷെ അതുണ്ടാക്കിയ സമയത്ത് എന്നോടൊന്ന് ചർച്ച ചെയ്തു. ഞാൻ ഈ ഓട്ടോമൊബൈൽ മന്ത്രിയൊന്നും അല്ലെങ്കിലും ഈ ഓട്ടോമൊബൈൽ രംഗത്ത് ഒരു ഭ്രാന്തരാണ്. അതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ക്രൈസാണ്. അപ്പോൾ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുഖ്യമന്ത്രി കാണത്തക്ക രീതിയിലുള്ള വണ്ടി ഞാൻ ഉണ്ടാക്കിയത്. ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴേ മുഖ്യമന്ത്രി ഇരിക്കും, മന്ത്രിമാരിക്കും അവരെ നമ്മൾ കാണണ്ടേ. ഇതൊരു കിളിവാതിലല്ലേ മേളിൽ. അത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. മുഖ്യമന്ത്രി നന്നായി കാണണമായിരുന്നു. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് മുമ്പിൽ LED ഒക്കെ വെച്ച് അങ്ങനെ രാത്രി ഇരുന്ന് പോയാലും അങ്ങനെ എടുത്ത് കാണണമായിരുന്നു. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസം. വണ്ടിയുടെ ബോഡി ഷേപ്പിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, വേറെ കാര്യങ്ങളൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. അതിനകത്ത് വളരെ ചെറിയൊരു കിളിവാതിലും അല്ല, അതിൽ കൂടെ അല്ലല്ലോ കാണേണ്ടത്. നമ്മൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്രയും അവരെ കാണണമെന്നാണ്. അപ്പോൾ ഫുൾ ഗ്ലാസ് ആയിരിക്കണമായിരുന്നു താഴെ വരെ, ഏതാണ്ട് ഈ ലെവൽ വരെ, ഇരിക്കുന്ന ലെവൽ വരെ ഗ്ലാസ് ആയിരിക്കണമായിരുന്നു. ആ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ അകത്ത് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും എല്ലാ മന്ത്രിമാരെയും കാണത്തക്ക രീതിയിൽ അതിങ്ങനെ ഒരു വെളിച്ചം പോകുന്നത്. അത് ഉണ്ടാക്കിയത് ഇരുണ്ടുപോയി, കളർ പോലും ഇരുണ്ടുപോയി. കളറൊന്നും അത് പാടില്ല, കളറൊന്നും യോജിപ്പില്ല. അതേ ഉള്ളൂ, അല്ല വേറെ. മ്യൂസിയം വന്ന് കാണാൻ ആളുകൾ വരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല ഭംഗിയായിട്ടുണ്ടാക്കിയിരുന്ന ആളൊന്നും കാണാനായിട്ട്. ഈ നിറമൊക്കെ എനിക്ക് ആ നിറം ഉള്ള കാര്യമാണ്. നിറം ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ ജനൽ ഇഷ്ടപ്പെട്ടില്ല. മുഖ്യമന്ത്രി ഇരിക്കുന്ന സീറ്റൊക്കെ നല്ലതാണ്. അവിടെ ആ മുഖ്യമന്ത്രി ഇരിക്കുന്ന സീറ്റിൽ അദ്ദേഹത്തെ പൂർണ്ണമായും, അദ്ദേഹം നയിക്കുന്ന ആൾ പൂർണ്ണമായും കാണണം. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഇവിടെ ഇതുവരെ കാലുവരെ കാണത്തക്കുള്ള ഗ്ലാസ് വരണമായിരുന്നു. ബാക്കിൽ മന്ത്രിമാരിക്കുന്നുണ്ട്. അപ്പം മന്ത്രിമാരെ എല്ലാവരും കാണാൻ പറ്റിയില്ലെങ്കിലും ജനലിനോട് അടുത്തിരിക്കുന്ന മന്ത്രിമാർ, അപ്പുറത്തിരിക്കും മിനിസ്ട്രി. രാത്രി അതിനകത്ത് ലൈറ്റ് ഇട്ട് പോകുമ്പോൾ നല്ല രസമായിരിക്കും. അങ്ങനെ ചെയ്യണമായിരുന്നു. അത് വേറെ ആഡംബരമൊന്നുമില്ല. ഈ ആഡംബരം എന്ന് ചോദിച്ചാൽ ഒരാൾ പറയും, ഞാനൊരു എമൗണ്ട് പറയുകയാണ്. വണ്ടിക്കകത്തൊരു മൈക്രോവേവ് വെച്ചു. ഒരു മൈക്രോവേവിന് 10,000 രൂപയ്ക്ക് താഴെ വരികയുണ്ട് സുഹൃത്തെ. അതൊരു വലിയ സംഭവമാണോ? ചെറിയൊരു ഫ്രിഡ്ജ് വെച്ചു, 15,000 രൂപ താഴെ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരെയും വീടുകളിലും ആഫീസിലും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അതൊന്ന് കയറ്റി വെച്ചെന്ന് എന്ത് കുഴപ്പമുണ്ട്? 15,000 രൂപ അതിന്, 10,000 രൂപ മൈക്രോവേവ്. അപ്പോൾ 25,000 രൂപയായി. 25,000 രൂപ ഉണ്ടെങ്കിൽ അടുക്കളയും ഉണ്ടായി, ഫ്രിഡ്ജും ഉണ്ടായി. ഇത് വലിയൊരു ആരോപണമായിട്ട് പറയുന്നു. ഇതറിയുന്നവർക്ക് ചിരിക്കാനേ പറ്റൂ, അറിയുന്നവർക്ക് ചിരിക്കാനേ പറ്റൂ, അല്ലാത്തവർക്ക് സത്യമല്ലേ? സത്യമല്ലേ? ഈ സാധനത്തിൻ്റെയൊക്കെ വില ഞാൻ പറയാം. അല്ല, ഈ പറയുന്ന പാവപ്പെട്ട സാധാരണക്കാർ കേൾക്കുമ്പം അടുക്കള മൈക്രോവേവ് ഓവൻ വെച്ചു 1.5 ഇല്ല, 10,000 രൂപയ്ക്ക് കിട്ടും മൈക്രോവേവ്. ഈ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും തുറന്നു പറഞ്ഞൊരു സ്വഭാവമുണ്ട്. ക്യാബിനറ്റിലും അത് തന്നെ ആയിരിക്കും ഒരു രീതി. ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മളെ ആവശ്യങ്ങൾ പറയാമല്ലേ, നമ്മൾ ചോദിച്ചാൽ പറയാം, അല്ലാതെ അങ്ങോട്ട് കയറി എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയത്തില്ല. എന്താണ് പൊതുവായ അഭിപ്രായം എന്ന് വെച്ചാൽ, ഒരു കാര്യത്തിൽ വിഷയം വെച്ചാൽ എൻ്റെ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് ഞാൻ. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. 23 വർഷമായി പൊതുരംഗത്ത് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമുണ്ടെങ്കിലും ചർച്ച വന്നാൽ സംസാരിക്കാൻ. ആവശ്യമില്ലാതെ രാവിലെ എണീച്ച് എന്നും ഓരോന്ന് പറയുന്നത്, എന്നും പറഞ്ഞൊരു വിലയില്ല. അതൊക്കെ അതിൻ്റെ സന്ദർഭത്തിനനുസരിച്ച്, അല്ലാതെ ആരെയും വിമർശിക്കാനും ഞാൻ ആരെയും വ്യക്തികളെ വിമർശിച്ചിട്ടില്ല. ചില പ്രശ്നങ്ങളെ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അത് ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്, ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് UDF നിന്നുള്ളതാണ്, LDF നിന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ സോൺ എന്ന് പറയുന്ന LDF ആയിട്ട് തന്നെയാണ് തോന്നുന്നത് അല്ലേ പലപ്പോഴും? അല്ല, LDF ഗുണം എന്ന് പറയുന്നത് LDF പ്രവർത്തകരും LDF നേതാക്കളും നമുക്ക് പിന്തുണ തന്നതാണ്. മറ്റിടത്ത് 1000 അഭിപ്രായമാണ്. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് പോലും പിന്തുണയില്ലല്ലോ. ഉണ്ടോ? KPC പ്രസിഡന്റിനാരുടെയും പിന്തുണയുണ്ടോ? ഇല്ല, ഒറ്റയ്ക്കാണ്. അറിയില്ല, ഇവിടെ അങ്ങനല്ല. എന്നാൽ നമ്മൾ ഒറ്റക്കെട്ടാണ് എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. നമ്മൾ ഇപ്പോൾ എനിക്കൊരു മന്ത്രി എന്നെ നിയോഗിക്കാൻ LDF തീരുമാനിക്കുമ്പം ഞങ്ങളുടെ അവിടെയൊക്കെയുള്ള LDF എല്ലാ ലെവലിലുള്ള ആൾക്കാരെ ഏറ്റവും വലിയ സന്തോഷമാണ്. അവരുടെ ഒരു നേട്ടമായി കാണുന്ന ആ സ്നേഹമുണ്ടല്ലോ, ആ ഒരു സ്പിരിറ്റുണ്ടല്ലോ, അത് UDF ഇല്ല. കാരണം ഇപ്പം കുറേ ആളുകൾ എതിർക്കാൻ വരുന്നു. ഇപ്പം കരിങ്കൊടി കാണിക്കാൻ കുറച്ച് പേര് വരുന്നു, അതിനെതിരെ അഭിപ്രായമുള്ളവരുണ്ട്, അതിൽ വരാത്തവരുണ്ട്. ഫോട്ടോയിൽ പടം വരണമെന്നുള്ളവർ വരുന്നു.
ടി വി കാണാൻ ടി വിയിൽ വരാൻ വേണ്ടി വരുന്നവർ, അങ്ങനെ കുറേ ആൾക്കാരില്ല. അത് ഇവിടെ ഇല്ല. ഇവിടെ ഒരു വേദി ഒരുക്കിയാൽ സ്പെസിഫിക്കായിട്ട് എന്നെ കക്ഷികളെ എന്നെ നേതാക്കൾ വേദിയിലിരിക്കുന്ന അവരല്ലാതെ ഒരാൾ വേദിയിലോട്ട് ഇടിച്ചു കയറുകയോ ഫോട്ടോയ്ക്ക് നിൽക്കാൻ വരികയോ ചെയ്യില്ല എന്നുള്ള വലിയൊരു അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്. മറ്റേതാണെങ്കിൽ സ്റ്റേജ് പൊളിയും. ഇപ്പം മുഖ്യ അതിഥിക്ക് ഇരിക്കാൻ സ്ഥലമുണ്ടാകും. മുഖ്യ അതിഥിക്ക് അവസാനം കസേര കൊണ്ടുവരേണ്ടി വരും. ബാക്കിയെല്ലാം അറിയും നേരത്തെ. അപ്പം എല്ലാ ഭാവങ്ങളും നേരത്തെ നീയുള്ള താങ്ക് യു. നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാറുമായി ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത്ത് രാമേന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഗതാഗത മന്ത്രിയായി അദ്ദേഹം വരുമ്പോൾ KSRTCയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, എങ്ങനെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കണം, എങ്ങനെയൊക്കെ ചിലവ് കുറയ്ക്കണം എന്ന കാര്യങ്ങളിൽ വ്യക്തമായി ഞങ്ങളുടെ പ്രതിനിധിയുമായി അദ്ദേഹം സംസാരിക്കുക. എന്നാലും വൈകുന്നേരം 4 മണിക്കാണ് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ഇടവേള. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും വിലക്ക്. മെയിൻ സംസ്ഥാനമാണ് ട്രംപിന് വിലക്ക് ഏർപ്പെടുത്തിയത്. 2021 US ക്യാപിറ്റോൾ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ ഇതേ കേസിൽ കൊളറാഡോ സംസ്ഥാനത്ത് മത്സരിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. കൊളറാഡോ സുപ്രീം കോടതിയുടേതായിരുന്നു ഉത്തരവ്. ഇതിന് പിന്നാലെയാണ് മെയിൻ സംസ്ഥാനത്തും വിലക്ക് വന്നത്. 2021 ജനുവരി 6-നുണ്ടായ സംഭവങ്ങൾ ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും അദ്ദേഹത്തിന്റെ അറിവോടെയാണ് പിന്തുണയോടെയുമാണ് സംഭവിച്ചത് എന്നും മെയിൻ സ്റ്റേറ്റ് സെക്രട്ടറി ഷെന്ന ബെല്ലോസിന്റെ വിധിയിൽ പറയുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഭീതി പരത്തി പടയപ്പ എന്ന കാട്ടാന. ലോക്കാട് എസ്റ്റേറ്റിന് സമീപം റോഡിലിറങ്ങിയ പടയപ്പ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കുറ്റിയാർവാലി എസ്റ്റേറ്റ് റോഡിലും പടയപ്പ ഇറങ്ങിയിരുന്നു. വനപാലകർ മണിക്കൂറുകളോളം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ കാട് കയറ്റാൻ സാധിച്ചത്. കുർബാന ഏകീകരണ വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മാർപ്പാപ്പ നിർദ്ദേശിച്ച സിനഡ് കുർബാന അർപ്പിക്കാൻ ശ്രമിച്ച പല വൈദികരെയും ഒരു വിഭാഗം വിശ്വാസികൾ തടഞ്ഞതോടെ ചിലയിടത്ത് കുർബാന തന്നെ ഉപേക്ഷിച്ചു. വിഷയത്തിൽ വത്തിക്കാൻ ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബേപ്പൂർ അന്താരാഷ്ട്ര ജലമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഡ്രോൺ ലൈറ്റ് ഷോ കാണികൾക്ക് ആവേശമായി. 250 ഡ്രോണുകൾ മറീന ബീച്ചിന്റെ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഡ്രോൺ ഷോ സംഘടിപ്പിക്കുന്നത്. ബേപ്പൂർ മറീന ബീച്ചിൽ അക്ഷമരായി കാത്തുനിന്ന ആയിരങ്ങൾക്ക് മുന്നിൽ അർദ്ധഗോളാകൃതിയിൽ ഡ്രോണുകൾ പറന്നുയർന്നു. കയ്യടികളോടെ കടപ്പുറത്ത് തടിച്ചുകൂടിയ ആയിരങ്ങൾ ഡ്രോണുകളെ വരവേറ്റു. വെൽക്കം ടു ബേപ്പൂർ, കേരള ടൂറിസം ലോഗോ, ഗോഡ്സ് ഓൺ കൺട്രി, വളയങ്ങൾ, ലൈറ്റ് ഹൌസ്, ഓളപ്പരപ്പിൽ ഒഴുകുന്ന ബോട്ട്, ചലിക്കുന്ന മത്സ്യം, കഥകളി രൂപം, ഇന്ത്യൻ ഭൂപടം തുടങ്ങിയ ദൃശ്യങ്ങൾ ആകാശത്ത് തെളിഞ്ഞു. കേരളത്തിലെ ആദ്യ ഡ്രോൺ ഷോ ബേപ്പൂരിൽ നടത്തിയതിന്റെ സന്തോഷം സ്ഥലം MLA കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് മറച്ചുവെച്ചില്ല. 2023 പുതുമ നിറഞ്ഞു. ആ പുതുമ നിറഞ്ഞതിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഡ്രോൺ ഷോ വന്നിരിക്കുകയാണ്. മതസഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആശയം പരത്തുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളുടെ ഉത്സവമാണ്. അടിമുടി ജനകീയ കമ്മിറ്റിയാണ്. ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനോട് സഹകരിക്കുന്നു. നാടിന്റെ ഐക്യം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനോട് കൈകോർത്ത് പിടിക്കുന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള IIT സ്റ്റാർട്ടപ്പായ ബോട്ട്ലാബ് ഡൈനാമിക്സ് ആണ് ഡ്രോൺ ഷോ സംഘടിപ്പിച്ചത്. ഇന്ന് രാത്രിയിലും വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ഡ്രോൺ ഷോ ഉണ്ടാവും. ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചിയിലെ നഗരവീഥികൾ ഇനി LED പ്രഭയിൽ പ്രകാശിക്കും. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ 40 കോടി രൂപ മുതൽ മുടക്കിലാണ് പദ്ധതി പൂർത്തിയാക്കുക. ഓരോ റോഡിന്റെയും സ്വഭാവവും ഘടനയും അനുസരിച്ചാണ് LED വിളക്കുകൾ സ്ഥാപിക്കുന്നത്.
40,400 LED ലൈറ്റുകളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്നത്. 2000 സ്മാർട്ട് എനർജി മീറ്ററുകളും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കും. ലൈറ്റുകൾ IC4മായി ബന്ധപ്പെടുത്തി ഗ്രൂപ്പ് കൺട്രോൾ സംവിധാനത്തിലൂടെ നിയന്ത്രിക്കാനാകും. പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ തെരുവ് വിളക്കുകളുടെ വൈദ്യുതി ചെലവിൽ വലിയ കുറവുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് കൊച്ചി കോർപ്പറേഷൻ. 20, 36, 50, 70, 110, 220 എന്നീ വാട്ടുകളിലുള്ള വൈദ്യുതി വിളക്കുകളാണ് സ്ഥാപിക്കുന്നത്. എല്ലാ റോഡുകളിലും കൃത്യമായ വിളക്കുകൾ സ്ഥാപിക്കുന്നതോടെ അപകടങ്ങൾ ഒഴിവാക്കാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം ഉറപ്പാക്കാനും സാധിക്കും. സ്മാർട്ട് റോഡുകളിലെ LED ലൈറ്റ് സ്ഥാപിക്കൽ പൂർത്തിയാകാൻ സമയമെടുക്കും. മറ്റു റോഡുകളിൽ 687 ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എബ്രഹാം മാടമാക്കൽ റോഡ്, ദർബാർ ഹാൾ ഗ്രൗണ്ട് റോഡ്, പാർക്ക് അവന്യൂ റോഡ്, പാർക്ക് അവന്യൂ ലിങ്ക് റോഡ്, ഷൺമുഖം റോഡ്, ബാനർജി റോഡ് എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. വരുന്ന ജൂണോടെ പദ്ധതി പൂർത്തിയാക്കും. ന്യൂസ് 18 കൊച്ചി. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ആരംഭിച്ച ഷീ ലോഡ്ജ് വൻ ഹിറ്റായി. ആരംഭിച്ച് 9 മാസം കഴിയുമ്പോൾ 24 ലക്ഷം രൂപയാണ് ലാഭം. 100 രൂപയാണ് ഇവിടെ ഡോർമെട്രിയിൽ ഒരു ദിവസത്തെ താമസത്തിന് ഈടാക്കുന്നത്. കൊച്ചി നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞ ചെലവിൽ രാത്രി കഴിയാൻ സുരക്ഷിതമായ ഒരിടം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഷീ ലോഡ്ജ്. 3 നിലകളിലായി 3 ഡോർമെട്രികൾ, 48 സിംഗിൾ റൂമുകൾ, 32 ഡബിൾ റൂമുകൾ എന്നിവയാണ് ഷീ ലോഡ്ജിലെ സൗകര്യം. ഒരേ സമയം 192 പേർക്ക് താമസിക്കാം. ഡോർമെട്രിക്ക് 100 രൂപ, സിംഗിൾ റൂമിന് 200 രൂപ, ഡബിൾ റൂമിന് 350 രൂപ എന്നിങ്ങനെയാണ് ദിവസവാടക. നിരക്ക് കുറവാണെങ്കിലും സൗകര്യങ്ങൾക്ക് ഒരു കുറവുമില്ല. സുരക്ഷിതത്വവും ഉറപ്പാണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര തുച്ഛമായ വിലയിൽ നല്ല സൗകര്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു റൂം, പിന്നെ ഭക്ഷണമാണെങ്കിലും സമൃദ്ധിയായിട്ട് കൊച്ചിയിൽ ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, സേഫായിട്ട് തോന്നി, ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഫുഡ് സമൃദ്ധി ഉള്ളതുകൊണ്ട് നല്ല സൗകര്യമാണ്. അപ്പോൾ പോയി കഴിക്കാം. റെന്റും ഒക്കെ അഫോർഡബിൾ ആണ്. ലൈബ്രറി, ഡൈനിങ് ഹാൾ, 24 മണിക്കൂറും കുടിവെള്ളം, അറ്റാച്ച്ഡ് ബാത്റൂം എന്നീ പ്രത്യേകതകളുണ്ട്. റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനുമെല്ലാം അടുത്തുള്ളതിനാൽ യാത്രയും എളുപ്പം. സുരക്ഷാ ജീവനക്കാരുൾപ്പെടെ 8 പേരുടെ സേവനവും ഇവിടെയുണ്ട്. കുടുംബശ്രീക്കാണ് നടത്തിപ്പ് ചുമതല. ഡോർമെട്രിക്കാണ് കൂടുതൽ ആവശ്യക്കാർ വരുന്നത് എങ്കിലും എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയാണ് മുറികളിൽ വന്ന് പോകുന്നത്. ഭക്ഷണം താഴെ സമൃദ്ധിയിൽ നിന്ന് അവർക്ക് 20 രൂപയ്ക്ക് കഴിക്കാം. ഇപ്പോൾ നമ്മൾ സബ്സിഡി മാറ്റിയതുകൊണ്ട് 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ 100 രൂപയ്ക്ക് മുറിയും 10 രൂപയ്ക്ക് ഊണെന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളിത് തുടങ്ങുമ്പോൾ ഉണ്ടായത്. പക്ഷേ സബ്സിഡി നിർത്തിയതുകൊണ്ട് നമ്മളിപ്പോൾ 20 രൂപയ്ക്കാണ് ഭക്ഷണം നൽകുന്നത്. തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ സമൃദ്ധി ഹോട്ടലിൽ നിന്ന് 20 രൂപയ്ക്ക് ഭക്ഷണം കൂടി ലഭിക്കുന്നതോടെ ആശ്വാസം ഇരട്ടിയാണ്. ചുരുക്കത്തിൽ കൊച്ചി പരമാര റോഡിലെ ഷീ ലോഡ്ജ് സുരക്ഷിതവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. ന്യൂസ് 18 കൊച്ചി. അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഇരട്ടി സ്വർണ്ണ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ഇടപ്പള്ളി ഷോറൂമിൽ വെച്ച് നടന്നു. 1ാം സ്ഥാനം തലച്ചുര സ്വദേശി CR പ്രസന്ന ലഭിച്ചു. വാങ്ങിയ സ്വർണത്തിന്റെ അതേ തൂക്കമായ 22 പവനാണ് സമ്മാനമായി ലഭിച്ചത്. 2ാം സമ്മാനം പൂവാർ സ്വദേശി ജിസിതയ്ക്ക് വാങ്ങിയ സ്വർണ്ണാഭരണത്തിന്റെ പകുതി സ്വർണമായ 5 പവനും ലഭിക്കും. പണിക്കൂലിയില്ല എന്ന വിപ്ലവകരമായ നിലപാടിലൂടെ ഉപഭോക്താക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. നറുക്കെടുപ്പിന് എ മാരിഫ് MP നേതൃത്വം നൽകി. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം ആമുഖ പ്രഭാഷണം നടത്തി. പദ്ധതി വൻ വിജയമായതോടെ 2ാം പതിപ്പ് 2024 ജനുവരി 1 മുതൽ ജൂൺ വരെ നടക്കും. ഗവൺമെന്റിന്റെ ഗിഫ്റ്റ് ടാക്സ് കുറച്ച് ഞങ്ങൾ ഉടനെ തന്നെ കൊടുക്കുന്നതായിരിക്കും. 2ാം സമ്മാനം അർഹരായവർക്കും അതുപോലെ 3ാം സമ്മാനത്തിനും ഞങ്ങൾ ഉടനെ തന്നെ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അവർ ഞങ്ങൾ കടയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ. കൂടാതെ ഇനി വരുന്ന വിവാഹ പാർട്ടികൾക്ക് കൂടെ ഞങ്ങൾ ഇതേ പദ്ധതി ഇരട്ടി സ്വർണം പാർട്ട് 2 അത് ജനുവരി 1 മുതൽ ജൂൺ 30 വരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂം ലൈവ് തുടരും. ഈ പരിപാടി